കോളേജ് സമയത്ത് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ്. കോളേജിൽ ഐ ഡിഡ് മൈ ബാച്ചിലേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും റൗഡി ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവനൊരിക്കലും ക്ലാസ്സിൽ വരാറില്ല. ഇനി ക്ലാസ്സിൽ വന്നാൽ തന്നെ പ്രൊഫസേഴ്സിനെല്ലാം ഒരു ശല്യമായി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇദ്ദേഹം. ഇവനെ മിക്കപ്പോഴും കാണുന്നത് എക്സാം സമയത്ത് മാത്രമാണ്. എക്സാം എഴുതുവാൻ വേണ്ടി മാത്രം അവൻ കോളേജിൽ വരുന്ന ഒരു പ്രവണതയായിരുന്നു സാധാരണ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു എക്സാമിൽ ഇവൻ ക്ലാസ്സിൽ വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാ ടീച്ചേഴ്സും ആ ക്ലാസ്സിൽ സൂപ്പർവൈസ് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെ സംബന്ധിച്ച് അവനൊരു ഹെഡേക്ക് തന്നെ ആയിരുന്നു. എക്സാമിൻ്റെ സമയത്ത് നോക്കിയപ്പോൾ ഇവൻ എന്തോ എവിടെയോ നോക്കിയാണ് എക്സാം എഴുതുന്നത്. ആ സാറിന് ബോധ്യപ്പെട്ട് ഇവൻ്റെ കയ്യിൽ ചിറ്റ്സ് അല്ലേ, തുണ്ടുണ്ട്, കറക്റ്റ്, അതാണ് കറക്റ്റ് വാക്ക്, തുണ്ടുമായിട്ടാണ് ഇവൻ ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ അടുത്ത് വന്നിട്ട് അവൻ്റെ ബെഞ്ച് മുഴുവൻ പരിശോധിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവൻ്റെ പാഡ് എടുത്ത് കൊട്ടി നോക്കി, ഒന്നും വന്നില്ല. പൗച്ച് നോക്കി, തപ്പാവുന്നിടത്തെല്ലാം ചുറ്റുമൊക്കെ നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല. പിന്നെയും ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഷീ വാസ് ഷുവർ ദാറ്റ് ഇവൻ്റെ കയ്യിൽ തുണ്ടുണ്ട്. എന്നിട്ട് അടുത്ത, അതായത് ആ മെയിൻ ലൈൻ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസറുമായിട്ട് അവർ ഡോറിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇന്ന ആളുടെ കയ്യിൽ ഹീ ഈസ് ആക്ച്വലി കോപ്പിയിങ്. അപ്പോൾ ആ സാറ് പറഞ്ഞു, ഡാ നീങ്ങി വന്നേ. അപ്പോൾ അവൻ വരാനൊരു മടി. പിന്നെയും പറഞ്ഞു, ഡാ നിന്നെ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ മടിയോടുകൂടി എഴുന്നേറ്റപ്പോൾ നല്ല വേഗതയിൽ ഫാൻ കറങ്ങുകയായിരുന്നു. ആ ചിറ്റുകളെല്ലാം പല വഴിക്ക് തെറിച്ചു. എന്നാൽ ഇതിലെല്ലാം കോമഡി എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പേര് വാസ് ഇന്നോസെൻറ്റ്, നിർദോഷൻ അല്ലേ, ഇന്നോസെൻറ്റ്. നമ്മളിൽ എത്രയോ പേർക്ക് നമ്മുടെ പേരുകളും ക്യാരക്ടറും തമ്മിൽ പല ആൾക്കാരെ നാം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും അതുമായിട്ടൊരു പൊരുത്തവുമില്ല. ഞാൻ അടുത്ത ഹാഫ് ആൻ അവർ ഓഡ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നസെൻറ്റ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരു പേരുള്ള ആൾ ബൈബിളിലുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 1 to 10. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നുവെന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. താങ്ക് യു. നമുക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. ഞാൻ പറഞ്ഞ പോലെ സാക്കിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇന്നസെൻറ്റ്, നിർദോഷൻ. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓക്യുപ്പേഷനും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും എപ്രകാരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ അവസാനം അദ്ദേഹത്തെപ്പറ്റി തന്നെ പറയുന്ന വാക്കുകളിൽ ഇംപ്ലിസിറ്റാണ്. സക്കായെപ്പറ്റി പല പ്രസംഗങ്ങളും പല വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സക്കായി. അതുകൊണ്ട് സക്കായെപ്പറ്റി ഒരു 5 വാക്ക് 10 വാക്ക് പറയാൻ പറഞ്ഞാൽ ഈ കഥ നിങ്ങൾ സൺഡേ സ്കൂൾ മുതൽ തന്നെ കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബൈബിൾ ടീച്ചർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹം സായിപ്പുമാർക്ക്, പുറത്തുനിന്ന് വരുന്ന മിഷണറിമാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ പോകുന്ന ആ കാലഘട്ടത്തിൽ ഒരു സംഭവം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പലയിടത്തും അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം ആ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരിടത്ത് അദ്ദേഹം പോകുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നയാൾ പ്രസംഗിച്ചത് സ്പാനിഷിലാണ്. ഇദ്ദേഹം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് അല്ല,
ഇദ്ദേഹം പറയുന്നത് സ്പാനിഷാണ്. അപ്പോൾ ഇദ്ദേഹം കയറി നിന്നു. ആ സ്പാനിഷിൽ അദ്ദേഹം സക്കായിയെ പറ്റിയാണ് പ്രസംഗിക്കുന്നതെന്ന് മനസ്സിലായിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, അഷറെ, സക്കായി മരത്തെ കയറി എവിടെ വരെ കയറുമെന്ന് എനിക്കറിയാവുന്നൊരു പ്രസംഗം ഞാൻ അവിടെ പ്രസംഗിച്ച്. ഇന്നും വൈക്കത്ത് പറയുന്നത് ഇന്ന പാസ്റ്ററിന് ഹീബ്രുവും ഗ്രീക്കും ഇംഗ്ലീഷും മാത്രമല്ല സ്പാനിഷും കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന്. അപ്പോൾ സാക്കിയസ് ഈസ് എ വെരി ഫെമിലിയർ സ്റ്റോറി ആൻഡ് യു വുഡ് ഹാവ് ഹേർഡ് മെനി സെർമൺസ് അബൌട്ട് സാക്കിയസ്. ഈ വ്യക്തി, നമുക്കറിയാം ഈ പാസേജ് ആരംഭിക്കുന്നത് ജീസസ് എൻറ്റേർഡ് ജെറിക്കോ. യേശു യെരിഹോവിൽ പ്രവേശിച്ചു. ഹി എൻറ്റേർഡ് ജെറിക്കോ. ഇതിന് തൊട്ട് മുൻപ് നടക്കുന്ന സംഭവം, കർത്താവ് ഒരു അന്ധനായ വ്യക്തിയെ, അതിൻ്റെ 35 വാക്യം മുതൽ ജസ്റ്റ് നോക്കിയാൽ മതി, ചാപ്റ്റർ 18, അവൻ യെരിഹോയോട് അടുക്കുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ് ഓഫ് എ ബ്ലൈൻഡ് ബെഗർ. ഇതേ സംഭവം നിങ്ങൾക്ക് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുവാൻ കഴിയും. അവിടെ ആ വ്യക്തിയുടെ പേരും എഴുതിയിട്ടുണ്ട്, ബർത്തിമായി. വാസ്തവത്തിൽ ഈ രണ്ട് സംഭവങ്ങളും രണ്ട് സുവിശേഷകന്മാർ എഴുതുമ്പോഴും ബർത്തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം ദ സൺ ഓഫ് ഓണർ, അല്ലേ, റെസ്പെക്റ്റഡ് വൺ. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന എവിടെയാണ്? ഹീ ഈസ് എ ബ്ലൈൻഡ് ബെഗർ. അപ്പോൾ ഈ പേരുകളുടെ തന്നെ എന്തോ ഒരു തിയോളജിക്കൽ പോയിന്റ് സുവിശേഷകന്മാർ ദേ ആർ ആക്ച്വലി കൺവേയിങ്. സോ ബർത്തിമായ്സ് ഇസ് എ ബ്ലൈൻഡ് ബെഗർ. പക്ഷെ ഇന്നസെൻ്റ് ആണെന്ന് പറയുന്ന സക്കായി എന്ന് പേരുള്ള ഒരു വ്യക്തി ഈസ് എ കറപ്റ്റ് ടാക്സ് കളക്ടർ. അപ്പോൾ കർത്താവ് ജെറിക്കോയിലോട്ട് കയറുന്ന ആ സമയത്ത് നടക്കുന്ന മിറക്കിളാണ് ഹീലിംഗ് ഓഫ് ദ ബ്ലൈൻഡ് ബെഗർ. അതിനുശേഷമാണ് ഹി എൻറ്റേർഡ് ജെറിക്കോ. ആക്ച്വലി കർത്താവിൻ്റെ ഈ യാത്രയെപ്പറ്റി, സക്കായിയെ കാണുന്ന കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവിൻ്റെ യാത്രയെപ്പറ്റി അല്പം, ഈ ജേണിയെപ്പറ്റി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സക്കായി കർത്താവിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ കർത്താവിനെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ എന്താ? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം. സോ നോട്ടീസ് ദ വേർഡ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ യേശു എങ്ങനെ ഉള്ള ആളാണെന്ന് കാണുവാൻ ശ്രമിച്ചു. പക്ഷേ ഇൻ ദ ഇംഗ്ലീഷ് ബൈബിൾ ഹി വാസ് സീക്കിംഗ് ടു സീ ഹൂ ജീസസ് വാസ്. യേശു ആരാണെന്ന് കാണുവാൻ അവൻ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇതുവരെ കർത്താവ് യെരിഹോവിലേക്ക് വന്നിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, so Zacchaeus had a desire to see Jesus. Zacchaeus was a seeker. He heard about Jesus. അവൻ യേശുവിനെ പറ്റി കേട്ടു. അല്ലെങ്കിൽ ഈ ഏരിയയിൽ തന്നെ യെരിഹോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കർത്താവ് വന്നിട്ടില്ലെങ്കിലും ദിസ് വാസ് എ കമേഴ്ഷ്യൽ സെൻറ്റർ. ഇവിടെ വന്നു പോകുന്നവരൊക്കെയും സംസാരിക്കുന്ന വാർത്തകളിൽ നിന്ന് ഇങ്ങനൊരു വ്യക്തിയുണ്ട്, ഇങ്ങനൊരു ഗുരുവുണ്ട്, ഇങ്ങനൊരു നാഥനുണ്ടെന്ന് ആര് കേട്ടു? സക്കായി കേട്ടു. ഇതിനു മുൻപ് നടക്കുന്ന സംഭവത്തിലും അന്ധനായ വ്യക്തി, അല്ലെങ്കിൽ മത്തായി എഴുതുമ്പോൾ അവിടെ 2 അന്ധന്മാരുണ്ടായിരുന്നു. ദേ വർ 2 ബ്ലൈൻഡ് മെൻ. പലപ്പോഴും നിങ്ങൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തോന്നും, ഇതൊരു കോൺട്രഡിക്ഷൻ ആണോ? അല്ല. ദർ ഇസ് 1 ബ്ലൈൻഡ് മാൻ. ലൂക്കോസ് ഒരൊറ്റ ബ്ലൈൻഡ് ബെഗറിനെ പറ്റി പറയുമ്പോൾ, അന്ധനായ ഒരു പിച്ചക്കാരനെ പറ്റി സംസാരിക്കുമ്പോൾ, മത്തായി അതേ സംഭവം എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു മത്തായി സുവിശേഷം 20 it's around Matthew 20, 21, 22, where you see about 2 blind men. So that's not a contradiction. One person is just highlighting one character. അവരും കർത്താവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെന്താ പറയുന്നത്? യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണം. അപ്പം യേശുവിനെ പറ്റി ഈ സ്ഥലത്ത് they have heard about Jesus. Zacchaeus has also heard about Jesus. ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ ജേർണിയുടെ പെക്യുലാരിറ്റി എന്താണ്. നിങ്ങളിതിൻ്റെ പ്രീവിയസ് അധ്യായം അതിൻ്റെ 31 മുതൽ 34 വരെ ഒന്ന് വായിക്കുകയാണെങ്കിൽ, അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്കവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. അപ്പോൾ ഈ യാത്രയെ പറ്റി കർത്താവ് പറയുകയാണ്. ഈ യാത്രയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ യാത്ര ഫൈനൽ ജേർണിയാണ്. ആൻഡ് വേർ ഇസ് ദ ഡെസ്റ്റിനേഷൻ? ഇവൻ പോകുന്ന, ഹി ഈസ് ഗോയിങ് ടു ജെറൂസലേം.
അവിടെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ഐ വിൽ ബി അറസ്റ്റഡ്, അല്ലേ, എൻ്റെ മേൽ തുപ്പും, അവസാനം എന്നെ കൊന്നുകളയും, പക്ഷേ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലാണ് വായിക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ടൈറ്റിലുണ്ട്. എന്താണ് ആ ടൈറ്റിൽ? ജീസസ് ഫോർടെൽസ് ഹിസ് ഡെത്ത് എ തേർഡ് ടൈം. അപ്പോൾ ഇതിന് മുൻപ് 9-ാം അധ്യായത്തിൽ യാത്രയ്ക്ക് മുൻപായിട്ട് കർത്താവ് 2 തവണ ഈ കാര്യം എടുത്തു പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ അവസാനത്തെ യാത്രയാണ്. മനുഷ്യപുത്രൻ ഏത് ദൗത്യത്തിനാണോ ലോകത്തിലേക്ക് വന്നത്, ക്രിസ്മസിന് ക്രൂശില്ലാതെ ക്രിസ്മസിന് യാതൊരു അർത്ഥവുമില്ല. ദ പർപ്പസ് ഓഫ് ഹിസ് ബർത്ത് വാസ് ഹിസ് ഡെത്ത്. പീലാത്തോസിന് മുൻപിൽ കർത്താവ് നിൽക്കുമ്പോൾ ബന്ധിതനായി പണ്ട് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ ബന്ധിതനായി നിൽക്കുന്ന കർത്താവിനെ കണ്ടാൽ ഒരുവനും പറയില്ല ഇവനൊരു രാജാവാണെന്ന്. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ആർ യു എ കിങ്? നീ ഒരു രാജാവാണോ? കർത്താവ് ഇതുവരെ മൗനമായിരുന്ന കർത്താവ് മഹാപുരോഹിതന്മാരുടെ മുൻപിലും മറ്റ് കോണ്ടെക്സ്റ്റുകളിലൊക്കെ അധികം സംസാരിക്കാതെ നിന്ന കർത്താവ് ഇപ്പോൾ പറഞ്ഞു, യു ആർ റൈറ്റ് ഇൻ സെയിങ് ദാറ്റ് ഐ ആം എ കിങ്. അടുത്ത വാചകം, ഫോർ ദിസ് വെരി പർപ്പസ് ഐ വാസ് ബോൺ. ഈ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. അതായത് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, ലോകമെമ്പാടും ക്രിസ്മസ് ആചരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ ഒരു മെസ്സേജേ ഉള്ളൂ, ദ പർപ്പസ് ഓഫ് ഹിസ് ബർത്ത് വാസ് ദ ക്രോസ്. ക്രൂശിക്കപ്പെടുവാൻ ലോകത്തിലേക്ക് വന്നവനാണ് എൻ്റെ കർത്താവ്. അവനെപ്പറ്റി പണ്ടേ പ്രവാചകന്മാർ അവൻ്റെ ആ പർപ്പസിനെ പറ്റി കൃത്യമായി എഴുതി വെച്ചു. അപ്പോൾ ജീസസ് ഇസ് നൗ ഗോയിങ് ടു ചെറിഷ് ദ പർപ്പസ് ഫോർ വിച്ച് ഹി കെയിം. ആ യാത്രയിൽ അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ എന്താണ്? നിങ്ങൾ പറ, ഈ യാത്രയിൽ കർത്താവിൻ്റെ മനസ്സിൽ ക്രൂശല്ലേ? ഹിസ് മൈൻഡ് ഇസ് പ്രീ ഓക്യുപ്പൈഡ് വിത്ത് ദ ക്രോസ്. നിങ്ങൾ ഈ യാത്രയിൽ തന്നെ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിച്ചാൽ you will notice that Jesus is, his mind is occupied. ആ പാഷൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ സഫറിങ് ഓൾറെഡി, മെൻ്റൽ ആഗണി ഓൾറെഡി സ്റ്റാർട്ടായി. കാരണം അവന് കൃത്യമായിട്ട് അറിയാം അവിടെ പോകുമ്പോൾ അവനെ ഏത് രീതിയിലാണ്, ആ ഡീറ്റെയിൽ വരെ അവിടെ നാം വായിക്കുന്നു. വേഴ്സ് 32, he will be delivered over to the Gentiles, he will be mocked, shamefully treated, spit upon. അവൻ്റെ മേൽ തുപ്പും, അവനെ പരിഹസിക്കും, അല്ലേ, he will be flogged, ചാട്ടവാറും കൊണ്ട് he will be flogged, and ഒടുവിൽ അവനെ കൊന്നുകളയും. അപ്പോൾ കർത്താവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നെന്നുള്ള കൃത്യമായ ധാരണ ഈ സമയത്ത് കർത്താവിനുണ്ട്. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുകൊണ്ട് തന്നെ അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ ദിസ് പെയിൻ വാസ് ഓൾറെഡി ബിൽഡിങ് അപ്പ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്ര ദിവസം കഴിഞ്ഞ് നിങ്ങളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുമെന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കൂളായിട്ട് ഇവിടെ ഇരിക്കുമോ? ഇല്ല. ജീസസ് വാസ് ഓൾറെഡി, ഇത് നിങ്ങൾക്ക് മറ്റ് സുവിശേഷകന്മാർ ഇതേ സംഭവം പറയുമ്പോൾ ലൂക്കോസ് അത് രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതിന് മുൻപ് ഇതേ യാത്രയിൽ നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം ഒക്കെ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ അതിന് മുൻപ് നടക്കുന്ന ഭാഗങ്ങൾ, ഇതേ യാത്രയിലാണ് സെബദി മക്കളുടെ മാതാവ് എന്ന് ചോദിക്കുന്നത്, എന്താ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരുവനെ അപ്പുറത്തും ഒരുവനെ ഇപ്പുറത്തും ഇരിക്കണം. കർത്താവിന് അത് യെസ് ഓർ നോ പറഞ്ഞാൽ പോരെ. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം, തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, വിൽ ദേ ഡ്രിങ്ക് ദ കപ്പ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡ്രിങ്ക്. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ എന്താണ്? ആ പാനപാത്രമാണ്, അവൻ്റെ മരണമാണ്, അല്ലേ, ആ മരണത്തിൻ്റെ ആ വേദന, ഹി നോസ് വാട്ട് ഈസ് ഗോയിങ് ടു സഫർ. അതിൻ്റെ ക്ലൈമാക്സിനാണ് ഗെത്സമനയിൽ ചെന്ന് പ്രാർത്ഥിച്ചത്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയണം. എന്നിട്ട് അവിടെ നടന്നൊരു സംഭവമുണ്ട്, അത് മറ്റു സുവിശേഷകന്മാരാരും രേഖപ്പെടുത്തിയില്ല, ലൂക്കോസ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. എന്താ? അവൻ രക്തം വിയർത്തു. ഞങ്ങൾ അപ്പോളജറ്റിക്സിൽ പലപ്പോഴും ബൈബിളിൻ്റെ ആധികാരികതയെപ്പറ്റി സംസാരിക്കുമ്പോൾ സുവിശേഷങ്ങൾ കെട്ടുകഥകളല്ല, ചരിത്ര സംഭവങ്ങളാണെന്ന് തെളിയിക്കുവാൻ പല മെത്തേഡ്സും ഉണ്ട്. അതിലൊന്നാണ് ഇന്നത്തെ ആധുനിക മെഡിക്കൽ സയൻസ് ബൈബിളിൻ്റെ ഡീറ്റെയിൽസിന് ശരിവെക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കണം, 2000 വർഷം മുൻപ് കർത്താവ് രക്തം വിയർത്തെന്ന് എഴുതി വെക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് അത് മനസ്സിലാകുമോ? ഇല്ല. മറ്റു സുവിശേഷകന്മാരാരും ആ ഒരു കാര്യം പരാമർശിച്ചില്ല. മത്തായിയും ലൂക്കോസും ഗെത്സമനയിൽ കർത്താവിനെ കണ്ടവരാണ്, പക്ഷേ അവരാ കാര്യം എഴുതി വെച്ചോ? ഇല്ല. പക്ഷേ
ലൂക്കോസ് മാത്രമാണ് ഈ ഒരു ഡീറ്റെയിൽ എഴുതി വെക്കുന്നത്. എന്താണ് ലൂക്കോസിൻ്റെ പ്രത്യേകത? ലൂക്ക് ഈസ് എ ഡോക്ടർ, ഈസ് എ ഫിസീഷ്യൻ. പ്രൊഫഷണൽ കേർട്ടസി ആയിരിക്കാം. മറ്റൊരു സംഭവത്തിൽ 12 വർഷമായിട്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ കർത്താവിൻ്റെ ഗാർമെൻറ്റ് അല്ലേ, വസ്ത്രത്തിൽ വന്ന് സ്പർശിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ മറ്റ് സുശേഷകന്മാർ എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീ ഷീ ഹാഡ് സഫേർഡ് മച്ച് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫിസീഷ്യൻസ്. ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി അനുഭവിച്ച സ്ത്രീയായിരുന്നു. പക്ഷെ ഒരു പ്രൊഫഷണൽ കേർട്ടസി ആയിരിക്കാം ലൂക്കോസ് ആ ഭാഗം അങ്ങ് വിഴുങ്ങി. ആ കാര്യത്തെപ്പറ്റി ലൂക്കോസ് ഒന്നും, നിങ്ങളിങ്ങനെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി വായിച്ചാൽ അങ്ങനെ പല രസകരമായ സംഭവങ്ങളും എഴുത്തുകാരുടെ തന്നെ നമുക്ക് വായിക്കുവാൻ കഴിയും. എനിവേ, പക്ഷേ ഈ ഒരു സംഭവത്തെപ്പറ്റി നമുക്കറിയാം. ലൂക്കോസ് സുവിശേഷം എഴുതി ആരംഭിക്കുന്നത് ശ്രീമാനായ തിയോഫിലോസെ നടന്ന സംഭവങ്ങളെപ്പറ്റി എല്ലാം എനിക്ക് കൃത്യമായ ഡീറ്റെയിൽ കിട്ടി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് ലൂക്കോസും യോഹനാനും ഒന്നും ഈ കാര്യങ്ങൾ എഴുതി വെക്കുന്നില്ല. പക്ഷേ ഫിസീഷ്യനായ ലൂക്കോസിനൊരു കൗതുകം, അവൻ എഴുതി വെച്ചു, കർത്താവ് രക്തം വിയർത്തു. ഇന്ത്യൻ ജേർണൽ ഓഫ് ഡെർമറ്റോളജിയിൽ ഹെമിറ്റിയോഡ്രോസിസ് എന്ന കണ്ടീഷൻ, അതായത് ഒരു മനുഷ്യൻ്റെ എക്സ്ട്രീം സ്ട്രെസ് കണ്ടീഷനിൽ, എക്സ്ട്രീം മെൻ്റൽ ആഗണിയിൽ, പർട്ടിക്കുലർലി മരണത്തെപ്പറ്റി മുന്നറിവുള്ള വ്യക്തികൾ, അതായത് ജയിലിലൊക്കെ കടന്ന് ഇന്ന ദിവസം അവർ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തൂക്കിക്കൊല്ലുന്ന ആ ഒരു അറിവൊക്കെ മുന്നവേ ഉള്ള വ്യക്തികളിൽ ആ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ആ പോയിന്റിൽ വരുന്ന റെയർ എക്സ്ട്രീം കണ്ടീഷനാണ് ഹെമിറ്റിയോഡ്രോസിസ്. അതിനെപ്പറ്റി ഒരു വിവരവും അതിനെപ്പറ്റി ഒരു ധാരണയും ഇന്നേക്ക് 2000 വർഷം മുമ്പില്ല. കാരണം മെഡിക്കൽ സയൻസ് അന്ന് ഇല്ല. പക്ഷേ ഇന്ന് മെഡിക്കൽ സയൻറ്റിസ്റ്റ് നോ ദാറ്റ് ദിസ് ഇസ് എൻ എക്സ്ട്രീം റെയർ കണ്ടീഷൻ കോൾഡ് ഹെമിറ്റിയോഡ്രോസിസ്. അതിനെപ്പറ്റി ഇന്ത്യൻ ജേർണൽ ഓഫ് ഡെർമറ്റോളജിയിൽ അതിൻ്റെ പ്രീഫേസിൽ എഴുതുന്ന വാക്കുകൾ ഞാൻ വായിക്കുന്നു. ജീസസ് എക്സ്പീരിയൻസ്ഡ് ഹെമിറ്റിയോഡ്രോസിസ് വൈൽ പ്രേയിങ് ഇൻ ദ ഗാർഡൻ ഓഫ് ഗെത്സമനെ ബിഫോർ ഹിസ് ക്രൂസിഫിക്ഷൻ exactly as mentioned by physician Luke. ഇത് കെട്ടുകഥയാകാൻ പറ്റുമോ? Can this be a false cooked up story? 2000 വർഷം മുൻപ് മരണവേദനയിൽ കർത്താവോടായിരിക്കുമ്പോൾ അവൻ രക്തം വിയർത്തെന്ന് അതിനൊരു വിവരണം കൊടുക്കുവാൻ ലൂക്കോസിനോ അന്ന് ആർക്കും കഴിയില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആധുനിക മെഡിക്കൽ സയൻസ് ശരിവെക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവർ എഴുതിയത് കൃത്യമായിരുന്നു. 2, എൻ്റെ കർത്താവിന് മുന്നറിവുണ്ടായിരുന്നു. ഹി ഹാഡ് ക്ലിയർ ഫോർ നോളജ്. കർത്താവിൻ്റെ ചുറ്റുമുള്ള ശിഷ്യന്മാരോ വിശ്രമിക്കുമ്പോഴും അവർക്കറിയില്ല എന്താ ആ രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ മുന്നമേ കർത്താവിന് അറിവുണ്ടെങ്കിൽ അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. ഹിസ് ഫോർ നോളജ് പ്രൂവ്സ് ദാറ്റ് ഹി ഈസ് ഗോഡ് ആൻഡ് ടുഡേയ്സ് മെഡിക്കൽ സയൻസ് ടിക്സ് ഇറ്റ്. അപ്പോൾ ആ ആഗണി വാസ് ഓൾറെഡി ബിൽഡിംഗ് അപ്പ്. കർത്താവ് 3-ാം തവണ അവൻ അനുഭവിക്കാൻ പോകുന്ന വേദനയെപ്പറ്റി ഈ 12 പേരോട് സംസാരിക്കുന്നു. ഈ സബദി മക്കളുടെ മാതാവിനോട് കർത്താവ് അവൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തെപ്പറ്റി കർത്താവ് സംസാരിക്കുന്നു. അപ്പോൾ ഈ യാത്രയിൽ ഹിസ് മൈൻഡ് ഇസ് പ്രീ ഓക്യുപ്പൈഡ് വിത്ത് ദ ക്രോസ്. കർത്താവ് ഈ യാത്ര ആക്ച്വലി ആരംഭിക്കുന്നത്, ഇതിൻ്റെ പ്രീവിയസ് അധ്യായങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അവൻ ഗലീലയിൽ നിന്നാണ് കർത്താവ് ഇപ്പോൾ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ആ മാപ്പ്, നിങ്ങളുടെ ബൈബിളിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു മാപ്പ് കാണും. ആ മാപ്പ് ശ്രദ്ധിച്ചാൽ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഇസ് ദ സ്ട്രെയിറ്റ് റൂട്ട്. യെരിഹോ വഴി കറങ്ങി ജെറുസലേമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതും ഈ അവസാനത്തെ യാത്രയിൽ അല്ലേ, ഈ മരണവ്യഥ ഇസ് ബിൽഡിംഗ് അപ്പ്. പക്ഷേ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് യെരിഹോ വഴി പോവുകയാണ്. Jesus is taking a D route rather than taking the shortest route. കർത്താവിൻ്റെ മനോവേദനയിൽ ആ വേദന മാറ്റിവെച്ചിട്ട് കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവൻ യെരിഹോ വഴി ഇതുവരെ ആ പാതയിൽ കൂടെ സഞ്ചരിക്കാത്ത കർത്താവ് ഈ അവസാനത്തെ യാത്രയിൽ ഒരുവനെ തേടി യെരിഹോവിലെത്തിയെന്ന്. He comes to Jericho. He entered Jericho. Jesus entered Jericho and was passing through. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ടാക്സ് കളക്ടേഴ്സിൽ പ്രമാണിയായിരുന്നവൻ. ഹി വാസ് എ ചീഫ് ഓഫ് ടാക്സ് കളക്ടേഴ്സ്. പേര് സക്കായി. ആ കഥ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് യു നോ ഇറ്റ് വെൽ അല്ലേ. കർത്താവിനെ കാണുവാൻ വേണ്ടി ഇദ്ദേഹം ഒരു സിക്കമോർ മരത്തിൻ്റെ മുകളിൽ, ഇദ്ദേഹത്തിൻ്റെ പൊക്കം ചെറുതായതുകൊണ്ട് ഇദ്ദേഹം കർത്താവിനെ കാത്തു നിൽക്കുമ്പോൾ
കർത്താവ് അവിടെ വന്നു. സക്കായി ഹായ് പറഞ്ഞോ? സക്കായി ഗ്രീറ്റ് ചെയ്തോ? കർത്താവ് നിലത്ത് നോക്കി, if Jesus was walking straight, he could have ignored it. കാരണം വലിയ ജനക്കൂട്ടമാണ്. നമുക്കറിയാം, ഇതിന് മുൻപ് നടക്കുന്ന സംഭവത്തിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനം ഇത്ര അധികം they are following him. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് 2 അന്ധന്മാർ, 2 ഭിക്ഷക്കാർ, മത്തായി സുവിശേഷം ചേർത്ത് വായിക്കുമ്പോഴത്തേന് അവർ ഉറക്കെ വിളിച്ചിട്ട് പോലും കർത്താവ് അല്പം അങ്ങോട്ട് നടന്ന്, എന്നിട്ടാണ് കർത്താവ് നിന്നത്. സോ ജീസസ് cannot, his mind is already preoccupied with his coming death and there are so many people around. പക്ഷേ കറക്റ്റ് സ്പോട്ട് ആയപ്പോൾ കർത്താവ് നിന്ന്, കർത്താവ് എന്താ പറയുന്നത്? സക്കായി, യു കം ഡൗൺ. അടുത്ത വാചകം എന്താ? വേഴ്സ് 5. സക്കായിയോ നിന്ന് യാ കർത്താവിനോട്, കർത്താവേ, വേഴ്സ് 5, 5-ാം വാക്യം. എത്തിയപ്പോൾ യെസ്, മേലോട്ട് നോക്കി, Yeah. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇംഗ്ലീഷിൽ എന്താ? ഐ മസ്റ്റ്, വാട്ട് ഇസ് ഇറ്റ്? ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ്. എന്താണ് മസ്റ്റ്? ഒരല്പം ഗ്രാമർ, ഇഫ് യു റിമെമ്പർ ഫ്രം യുവർ സ്കൂൾ, ഇറ്റ്സ് എ മോഡൽ ഓക്സിലറി ഓഫ് നെസസിറ്റി. യെസ് അല്ലേ? നമ്മൾ മോഡൽ ഓക്സിലറി, ഞാൻ ഗ്രാമർ പറയാനല്ല ഇവിടെ നിൽക്കുന്നത്, പക്ഷേ ജസ്റ്റ് ടു റിമൈൻഡ് യു, മേ, ക്യാൻ, ഈ വാക്കുകളൊക്കെ എന്താ? ഓട്ട്, ഷുഡ്, ദീസ് ആർ ഓൾ ഓക്സിലറീസ്. ഞാൻ ഓർക്കുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഐ ആസ്ക്ഡ് ടീച്ചർ ദാറ്റ് ക്യാൻ ഐ ഗോ ടു ദ റെസ്റ്റ് റൂം? ടീച്ചർ പറഞ്ഞു, യു ക്യാൻ ഗോ ടു ദ റെസ്റ്റ് റൂം ബട്ട് യു മേ നോട്ട്. അല്ലേ? സോ ക്യാൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യലാണ്. യു ക്യാൻ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ, പക്ഷേ ദ റൈറ്റ് ക്വസ്റ്റ്യൻ ഇസ് മേ. സോ ഇറ്റ്സ് എൻ ഓക്സിലറി. ഇവിടെ കർത്താവ് പറയുന്ന ഓക്സിലറി എന്താ? ഷാൽ ഐ സ്റ്റേ അറ്റ് യുവർ ഹൗസ് എന്നല്ല, മേ ഐ സ്റ്റേ അറ്റ് യുവർ ഹൗസ് എന്നുമല്ല, ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ്. ദിസ് വാസ് ഡിവൈൻലി ഓർഡെയിൻഡ്. അതായത് ഈ ലോകത്തിലേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ ഈ അവസാനത്തെ യാത്രയിൽ ഞാനിവിടെ നിൽക്കും, ഈ രാത്രിയിൽ ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കുമെന്ന്. ഇറ്റ് ഈസ് എ മസ്റ്റ്. ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ് ടുഡേ. ഞെട്ടിപ്പോയി, ഭയന്നുപോയി കാണും. നാം വായിക്കുന്നത് അടുത്ത വാക്യത്തിൽ, കർത്താവ് പറഞ്ഞ സക്കായസ് ഹറി ആൻഡ് കം ഡൗൺ. അടുത്ത വാക്യത്തിൽ ഹറി ഡൗൺ. അതായത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും മുകളിലേക്ക് കയറിയത്, ഒറ്റ ചാട്ടത്തിന് ഇവൻ താഴെ എത്തി. ഹി ജംപ്ഡ് സ്ട്രെയിറ്റ് ഡൗൺ, and he says, and received him joyfully. When they saw it, all grumbled. ഈ കൂടെ വന്നവരുണ്ടല്ലോ, ഇവർക്ക് സഹിക്കുവാൻ കഴിയില്ല. കാരണം ഇവൻ ആരാ? ഇവൻ ടാക്സ് കളക്ടറാണ്. ടാക്സ് കളക്ടർ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ റൈച്ചസ്നെസ്സിന് ഒരു സ്കെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വശത്ത് ആ സൊസൈറ്റി കാണുന്നത് ഫാരസീസിനെയാണ്, മറ്റു വശത്ത് ടാക്സ് കളക്ടേഴ്സ്. അതാണ് കർത്താവ് പറഞ്ഞത് ഒരു ഉപമയിൽ. ഫരീശൻ വന്ന് ആദ്യം ടാക്സ് കളക്ടർ വന്നിട്ട് ഞാൻ പാപിയാണ്, ഹി ക്രൈഡ് ഔട്ട് ഇൻ ദ സിനഗോഗ്. ഫരീശൻ എന്താ പറഞ്ഞത്? ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. ടാക്സ് കളക്ടർ ഈ ഒരു സൺഡേ സ്കൂളിൽ ഈ ഒരു കഥ പഠിപ്പിച്ചിട്ട് ടീച്ചർ പറഞ്ഞു, so let's all stand up and pray because we are not like that Pharisee. So you then miss the point, right? So Pharisees were one end, the tax collectors were the other extreme. കാരണം അത്രയ്ക്ക് ജനം വെറുത്തൊരു കൂട്ടരാണ് ടാക്സ് കളക്ടേഴ്സ്. കാരണം ഇവർ സാക്ഷാൽ യഹൂദന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് അവസാനത്തെ വാക്യത്തിൽ, ഞാൻ ആ വാക്യത്തിലേക്ക് വരാം, ഇവനും അബ്രഹാമിൻ്റെ മകൻ. പക്ഷേ ഇവൻ യഹൂദനാണെങ്കിലും ഇവൻ ആരുടെ പാർട്ടിയിലാണിപ്പോൾ? ഇവൻ റോമക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് യഹൂദന്മാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ജനമായിരുന്നു ഈ ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാർ. അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രൻ ചുങ്കക്കാരുടെ കൂടാണ് നടക്കുന്നെന്നുള്ള ഒരു പാട്ട് തന്നെ ആ കാലഘട്ടത്തിൽ വാസ് ദെയർ. കാരണം ചുങ്കക്കാരെ ആരും പഠിപ്പിക്കത്തില്ല. The sinners, the adulterers, the prostitutes and the tax collectors were in one category. അപ്പം ഒരു എൻഡിൽ ഫരീശനാണെങ്കിൽ മറ്റൊരു എൻഡിൽ ആരാ? ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് ഫരീശനായ ശിമിയോൻ്റെ വീട്ടിലും അത്താഴമുണ്ട്. അവൻ ടാക്സ് കളക്ടറായ ചുങ്കക്കാരനായ
അതർ വെർട്ടിക്കലി നിൽക്കുന്ന ഈ സക്കായുടെ ഭവനത്തിലും അവൻ ഡിന്നറിന് പോയി. മൈ ജീസസ് ഇസ് ആക്സസബിൾ ടു ഓൾ പീപ്പിൾ, ടു ഓൾ എക്സ്ട്രീംസ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ ഒരു ഗുരുവുമില്ല, അങ്ങനെ ഒരു നാഥനുമില്ല. എല്ലാവർക്കും ആക്സസ് ചെയ്യുവാൻ കഴിയുന്നവനായിട്ട് ആരും ഈ ലോകത്തിൽ അവതരിച്ചിട്ടില്ല. കൊച്ചു കുട്ടികൾ വരെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ആ 12 പേർ എന്താ ചെയ്ത്? അവർ ബോഡി ഗാർഡായിട്ട് നിന്നിട്ട് പറഞ്ഞു, ഹേ പാടില്ല. എൻ്റെ കർത്താവ് പറഞ്ഞ് ആ ശിശുക്കളെ ഇങ്ങോട്ട് വിടുക, ഫോർ ദേർസ് ഇസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പാപിനിയായ സ്ത്രീ ഒരിക്കലും ഫരീശന്മാരുള്ള ആ ചുറ്റുവട്ടത്ത് പോലും വരാറില്ല. പക്ഷേ ആ ഭവനത്തിൽ, ഷിമിയോന്റെ ഭവനത്തിൽ എൻ്റെ കർത്താവ് വന്നത് ഉണ്ടെന്നുള്ള സ്തുതി കേട്ടിട്ട് അവളും നേരെ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണു. ബിക്കോസ് ജീസസ് വാസ് ആക്സസബിൾ ടു ഓൾ പീപ്പിൾ. പലപ്പോഴും നാം പല ബൗണ്ടറീസും വെക്കാറുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ജനറലി, റൈറ്റ്? പക്ഷേ ജീസസ് ഇസ് ബിയോണ്ട് ബൗണ്ടറീസ്. ഹി ഈസ് ദ ഗോഡ് ഓഫ് ഓൾ പീപ്പിൾ. ഹി കെയിം ടു ദ വേൾഡ് 2000 years ago for all people, for all kinds, for all nations. യെരിഹോയെ പറ്റി പറയുമ്പോൾ യെരിഹോയ്ക്കൊരു ചരിത്രമുണ്ട്. പാർട്ട്ലി ആ ചരിത്രം ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഏത് പുസ്തകത്തിലാണ്? യോശുവയുടെ പുസ്തകത്തിൽ. യോശുവയുടെ പുസ്തകത്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം, എബ്രായര്, യോർദാൻ നദി ഒരു വൻ അത്ഭുതത്താൽ വിഭജിച്ച് കനാൻ ദേശത്ത് വന്നപ്പോൾ ആദ്യം കോൺകർ ചെയ്തത് was this city of Jericho. So that is a reality that they very well know in their history. അവരുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. ആ സംഭവത്തിന് ശേഷം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് പറഞ്ഞു. താങ്ക് യു. നമുക്ക് ആ പാസേജ് അറിയാം, കോണ്ടെക്സ്റ്റ് അറിയാം. യെരിഹോ പട്ടണം നശിപ്പിച്ചതിന് ശേഷം എബ്രായരുടെ നേതാവായിരുന്ന യോശുവ പ്രസ്താവിച്ച ഒരു ശാപമാണ്, ഒരു കേഴ്സാണ്. യെരിഹോ പട്ടണം ഇനിയും റീബിൽഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നവർക്ക് they will do that in the cost of their sons. അതായത് ഇതിൻ്റെ നിവർത്തീകരണം നിങ്ങൾക്ക് I think First Kings 16 verse 26 ആണെന്ന് തോന്നുന്നു. Yes, First Kings 16 verse 34. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 34-ാം വാക്യം. അവൻ്റെ കാലത്ത് ബഥേലിയനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. യെസ്, ബഥേലിൻ്റെ മകനായ ഹീൽ. ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ഗ്രഹം. there is always a play of names here throughout, അല്ലേ? ആ മനുഷ്യൻ ഈ യെരിഹോ പുനർപണിയുവാനുള്ള പദ്ധതി ഇട്ട് ആ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഹിസ് ഫസ്റ്റ് ബോൺ and then when അതിൻ്റെ വാതിലുകൾ ഗേറ്റ്സ് സെറ്റപ്പ് ചെയ്തപ്പോൾ ഇളയ മകനും he lost the sons. That curse is a clear memory for these Jews. അപ്പോൾ ശപിക്കപ്പെട്ടൊരു പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണം പിൽക്കാലത്ത് ഒരു വളരെ നൊട്ടോറിയസ് ആയ, വളരെ ഒരു ദുഷ്പേരുള്ള ഒരു പട്ടണമായി പിൽക്കാലത്ത് മാറപ്പെട്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന ഒരു ഉപമയിൽ, നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ, അവൻ യെരുശലേമിലേക്ക് പോകുന്ന എങ്ങോട്ടാ? യെരിഹോവിലേക്ക് പോകുന്ന യാത്രയിലാണ് അവൻ ദുർഘടന, റൈറ്റ്? he faces that unfortunate situation on the way to Jericho. Anyway, I'm not explaining that parable here. പക്ഷേ യെരിഹോയെ കണ്ടിരുന്നത് യെരുശലേമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഫ്രം ജെറുസലേം ടു ജെറിക്കോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ടാക്സ് കളക്ടർ ആയിരിക്കുന്ന സക്കായി നിൽക്കുന്നത്. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് 2 വയസ്സ്, അല്ലെങ്കിൽ when he was under 2 years, എല്ലാ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നൊടുക്കുവാൻ
ഉള്ള ആജ്ഞാപനം കൊടുത്ത ഹെരോദ രാജാവ് പുനർപണിത പട്ടണമാണ് ഇന്ന് അവിടെ നിൽക്കുന്ന ജെറിക്കോ. അതായത് ഹെറോദിന് വിശ്രമിക്കുവാനുള്ള വിൻ്റർ പാലസുകൾ ഉണ്ടായിരുന്ന ജെറിക്കോയിലാണ്. ഇവിടെയാണ് റോമക്കാരും യഹൂദന്മാരും തമ്മിലുള്ള ഒരു കറപ്റ്റ് നെക്സസ് നിലനിന്ന പട്ടണമാണ് ജെറിക്കോ. അതുകൊണ്ടാണ് ടാക്സ് കളക്ടേഴ്സും അതുപോലെ തന്നെ പുരോഹിതന്മാരും, അന്നത്തെ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ദൈവവചന പ്രകാരമുള്ള പുരോഹിതന്മാരല്ലായിരുന്നു, അന്നാസും കയഫസിൻ്റെയും കീഴിലുള്ള പുരോഹിതന്മാരും പാർത്തിരുന്നത് ഈ യെരിഹോ പട്ടണത്തിലാണ്. അതുകൊണ്ടാണ് നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ എ ലെവൈറ്റ് ആൻഡ് എ പ്രീസ്റ്റ് വാക്ക്ഡ് ബൈ. എന്തുകൊണ്ടാണ് അവർ യെരിഹോയും യെരുശലേം തമ്മിലുള്ള ആ വഴിയിൽ why are they walking? Because they were staying in Jericho. They used to come to Jericho, particularly winter സമയത്ത് എല്ലാ ദുർനടപ്പുകളും ദുരാചാരങ്ങളും ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ സ്കാൻഡൽസ് എല്ലാം നടന്നത് ഈ ഒരു സ്ഥലത്താണ്. അതുമാത്രമല്ല, ക്രൂരനായിരുന്ന 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ പറഞ്ഞ ഹെരോദ രാജാവിൻ്റെ ചരിത്രം ജോസീഫസ് പോലുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ പല പൊളിറ്റിക്കൽ മേർഡേഴ്സും നടത്തിയത്, എക്സിക്യൂട്ട് ചെയ്തത് ഈ സ്ഥലത്താണ്. ഒരു എക്സാമ്പിൾ മാത്രം പറയാം. അതേ രാജാവ് ഹെരോദ് ദ ഗ്രേറ്റ് ആണ് ആസ്ട്രിബോലസ് മൂന്നാമൻ എന്ന് പറയുന്ന ഹെരോദിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റി രാജാക്കന്മാർ, അതായത് ബിഫോർ ഹെരോദ് ദ ഡൈനാസ്റ്റി ദാറ്റ് വാസ് ദെയർ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഖണ്ണിയായിരുന്ന ഒരു പുരോഹിതനായിരുന്നു ആസ്ട്രോബോലസ് മൂന്നാമൻ. ആ ആസ്ട്രോബോലസ് മൂന്നാമൻ എന്ന ചെറുപ്പക്കാരനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഒരു സ്വിമ്മിംഗ് പൂളിൽ വളരെ ഷാർപ്ലി എക്സിക്യൂട്ട് ചെയ്ത പ്ലാനിൽ, കാരണം ഈ ആസ്ട്രോബോലസ് എന്ന ആ പ്രീസ്റ്റ്, ഈ വാസ് എ യങ് പ്രീസ്റ്റ്, അദ്ദേഹത്തിന് നല്ല പേഴ്സണാലിറ്റി ക്ലൗഡ് ഉണ്ടായി. യെരുശലേമിലും ചുറ്റുമുള്ള യഹൂദന്മാർക്ക് എല്ലാം നല്ല they were all very fond of him. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റോമക്കാർ ഇദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കുമോ എന്ന് ഭയന്നിട്ട് ഹെരോദ രാജാവ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നൊരു സ്വിമ്മിംഗ് പൂളിൽ യൂസിങ് ഹിസ് ഓൺ സെർവൻസ് ഹി കിൽഡ് ഹിം. എന്നിട്ട് the news that went out was that it was an accident. അപ്പോൾ അങ്ങനെ ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങൾ വരെ നടത്തിയ സ്ഥലമായിരുന്നു ജെറിക്കോ. ഓർക്കണം, ശപിക്കപ്പെട്ട സ്ഥലമാണ്. ബെഥേലിൻ്റെ മകനായ ഹീല് ഈ പട്ടണം റീബിൽഡ് ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ 2 പുത്രന്മാർ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഇന്ന് വളരെ പൊളിറ്റിക്കലി സ്കാൻഡലസ് ആയ ഒരു സിറ്റിയിലേക്കാണ് കർത്താവ് വരുന്നത്. അവിടെ ഇദ്ദേഹത്തിന് അറിയാം, സക്കായിക്ക് അറിയാം ഈ ചരിത്രമൊക്കെ. അദ്ദേഹം ഹീസ് ബൈ ബർത്ത് ഈസ് എ ജൂ. പക്ഷേ സക്കായിക്ക് ഒരു കാര്യം ഒരുപക്ഷെ അറിയാമായിരിക്കാം. ശപിക്കപ്പെട്ട സ്ഥലമാണെങ്കിലും പണ്ട് യെരിഹോവിലേക്ക് ഇസ്രായേൽ ജനം വന്നപ്പോൾ പാപിനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു രാഹാബ്. രാഹാബ് എന്ന വേശ്യ, that woman, that adulterous woman, അവൾ എടുത്ത ഒരു തീരുമാനം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്താ? വിശ്വാസത്താൽ രാഹാബ്, by faith Rahab, what did she do? She welcomed the spies. She received the spies. ആ പട്ടണം നശിക്കുമ്പോൾ, യെരിഹോവിലുണ്ടായിരുന്ന എല്ലാവരും നശിക്കുമ്പോൾ, ഒരു സ്ത്രീ മാത്രം ശേഷിച്ചു. ആൻഡ് her family, her name was Rahab, not by her virtue but by the scarlet cloak. ചുമന്ന ചരട്, അവളുടെ ഡോറിലുണ്ടായിരുന്ന ആ ചരടിൻ്റെ ബലത്തിൽ എന്താ സംഭവിച്ചത്? രാഹാബ് ഇസ്രായേൽ ജനത്തോട് ചേർന്നു. അതുമാത്രമോ, യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതുമ്പോൾ അവിടെ ഒരു പേരുണ്ട്. ഹൂ ഇസ് ദാറ്റ്? രാഹാബ്. വാട്ട് അമേസിങ് ഗ്രേസ്! യോശുവ അറിഞ്ഞില്ല അല്ലേ? ദൈവം യോശുവയോടും അല്ലെങ്കിൽ ആ സ്പൈസ് when they went to Jericho, രാഹാബ് എന്ന സ്ത്രീയെ പറ്റി പറയുമ്പോൾ അത് വെറും വാചകമല്ലായിരുന്നു, ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ട പേരായിരുന്നു രാഹാബ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇന്ന സ്ത്രീയുടെ ഭവനത്തിൽ you will rest. പക്ഷേ in the divine order of things, that was not the end of Rahab. Rahab's name would be in the genealogy of our Lord. യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതുമ്പോൾ രാഹാബിന്റെ പേര് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആ എഴുത്തുകാരൻ വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. നിങ്ങൾ ആ അധ്യായം മുഴുവൻ വായിച്ചാൽ
അടുത്ത വാക്യം എന്താ? ഇനി എന്തു പറയേണ്ടു. പിന്നെ ചില പേരുകൾ പറഞ്ഞു പോവുകയാണ്. പക്ഷേ 30-ാം വാക്യം വരെയാണ് പർട്ടിക്കുലർ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുന്നത്. ആ 30 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ സ്ത്രീകളുടെ പേരൊന്നുമില്ല. സാറയുടെ പേരുണ്ട്, കാരണം സാറ വാസ് ഷി വാസ് ദ ഗ്രേറ്റ് മദർ ഓഫ് ദ ജൂസ്. പക്ഷേ മറ്റൊരു സ്ത്രീയുടെയും പേര് ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലില്ല. ഞാൻ വിചാരിക്കുന്ന 29-ാം വാക്യത്തിൽ യെരിഹോ വീണ സംഭവം എഴുതിയിട്ട് അടുത്ത വാക്യം എഴുതി തുടങ്ങിക്കാണാം, വാട്ട് മോർ ഷാൽ ഐ സേ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു പേര് കൊണ്ട് എഴുതണം, വിശ്വാസത്താൽ രഹാബ്. അവിടെ യോശുവയുടെ പേര് എഴുതിയില്ല. മറ്റ് അവിടെ ആ സംഭവവുമായി ബന്ധപ്പെട്ട സോ കോൾഡ് ഹീറോസ് എന്ന് നാം വിചാരിക്കുന്നവരുടെ പേര് അവിടെ ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് വിശ്വാസത്താൽ രാഹാബ് എന്ന് എഴുതാതെ ആ പട്ടിക തീരില്ലെന്ന്. വാട്ട് ഗ്രേറ്റ് ഫെയ്ത്ത്, വാട്ട് ഗ്രേറ്റ് ഫെയ്ത്ത്. അവൾ ഒന്നും അറിഞ്ഞില്ല, പക്ഷെ അവൾക്കൊരു കാര്യം ഷീ ഹാഡ് ഹേർഡ്. അവളുടെ വാക്കുകളിൽ തന്നെ യോശുവയുടെ പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ ഞാൻ കേട്ടു നിങ്ങൾ വന്ന ആ വഴിയെപ്പറ്റി ഞാൻ കേട്ടു, നിങ്ങളുടെ ദൈവത്തെപ്പറ്റി ഞാൻ കേട്ടു. ഐ പ്ലേസ് ദാറ്റ് ട്രസ്റ്റ് ഇൻ യുവർ ഗോഡ് ആൻഡ് ഗോഡ് ഓണേർഡ് ഹെർ. ആ കോണ്ടെക്സ്റ്റ്, ആ മെമ്മറി മൈറ്റ് ബി സംതിങ് ദാറ്റ് ദിസ് മാൻ നോസ്. വാസ്തവത്തിൽ അതിൻ്റെ ഒരു റിപ്പീറ്റ് അല്ലേ ഇവിടെ നാം കാണുന്നത്. ഹി ജോയ്ഫുള്ളി റിസീവ്ഡ്, ഹി ഹറീഡ് ആൻഡ് വെൽക്കംഡ് ജീസസ് ടു ഹിസ് ഹോം. ആ രാത്രിയിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരിക്കലും സക്കായി ഇത് എക്സ്പെക്റ്റ് ചെയ്തതല്ല, സക്കായി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ സക്കായിയോട് കർത്താവ് പറഞ്ഞു, ടുഡേ ഐ വിൽ ബി ഇൻ യുവർ ഹൗസ്. നോക്കി നിന്ന ആൾക്കാർ, 7-ാം വാക്യം വേഴ്സ് 6 says he joyfully received him. 7-ാം വാക്യം, അവരത് കണ്ടിട്ട് എന്ത് ചെയ്തു? പിറുപിറുത്തു. അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അവൻ പാപിയായ മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയെന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ കൂടാരം അടിച്ചപ്പോൾ അവൻ പാപികളുടെ കൂടെ പാർക്കുവാൻ അവൻ ഈ ലോകത്തിലേക്ക് വന്നവനല്ലേ? He came as the guest of sinners. പാപിയായ വ്യക്തിയുടെ വീട്ടിലേക്ക് എൻ്റെ കർത്താവ് വന്നപ്പോൾ എന്താ അടുത്ത വാക്യം? സക്കായി stood. സക്കായി എഴുന്നേറ്റ് നിന്നെന്ന്. അവിടെ ഇരുന്നപ്പോൾ സക്കായിക്ക് ഇരിക്കുവാൻ കഴിഞ്ഞില്ല, അവൻ എഴുന്നേറ്റ് നിന്നു. There is an English song that I like. I stand amazed at the presence of Jesus the Nazarene and wonder how he could save me, a sinner condemned to death. ഞാൻ ആ നസറീൻ്റെ മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പാപിയായ എന്നെ, മരണത്തിലേക്ക് വിധിക്കപ്പെട്ട എന്നെ വീണ്ടെടുത്തവന്റെ മുൻപിൽ ആശ്ചര്യത്തോടെ ഞാൻ നിൽക്കുന്നു. Zacchaeus stood and then he said to the Lord that behold, എനിക്കുള്ളതിൽ പകുതി ഞാൻ, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മുൻപത്തെ അധ്യായത്തിൽ നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ മാത്രം മതി. 18-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു ധനവാനായ ഒരു വ്യക്തി വന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ട. പലരും കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ആ വാക്യം യു നീഡ് നോട്ട് റീഡ് ദി എൻറ്റയർ വേഴ്സസ്. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞ എന്താ? 22-ാം വാക്യം, യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, ഉള്ളതെല്ലാം വിറ്റിട്ട് കൊടുക്കാൻ. അപ്പോൾ നീ ന്യായപ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണത്തിൻ്റെ ബേസിസിലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം കൂടെ നീ ചെയ്യാനുണ്ട്, ഉള്ളതെല്ലാം. പക്ഷെ ഇവൻ ധനവാനായിരുന്നു. നാം വായിക്കുന്നത് എന്താ? അവൻ എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. അതായത് ഇവന്റെ ധനത്തിനേക്കാൾ, ഈ ലോകത്തിൽ ഇവനുള്ള സമ്പത്തിനേക്കാളും വലുതല്ലായിരുന്നു ഇവനെന്ത്? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇവനുള്ള സമ്പത്തെല്ലാം കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ അതിദുഃഖിതനായി തീർന്നിട്ട് എല്ലാ കൽപ്പനകളും ഇതുവരെ പാലിച്ചു വന്നവൻ എന്തു ചെയ്തു? പക്ഷേ
ഇവിടെയുള്ള ഇപ്പോൾ സക്കായി ചെയ്യുന്ന അതാണോ? സക്കായിയോട് കർത്താവ് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? സക്കായി എന്താ പറഞ്ഞത്? ഞാൻ ഉള്ളതിൻ്റെ പകുതി കൊടുത്തോളാം, മൊത്തം കൊടുക്കാമെന്ന് പറഞ്ഞോ? ഇല്ല, പകുതി കൊടുത്തോളാം. എന്താണ് ഇവിടെ ഡിഫറൻസ്? ഇതിന് മുൻപത്തെ അധ്യായത്തിൽ സ്വയം അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട്, അവനവൻ ചെയ്യുന്ന ലോ കീപ്പിങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ ബേസിസിൽ ഉള്ള സാൽവേഷൻ തേടുന്ന വ്യക്തിയോട് കർത്താവ് പറയാണ് അത് സാധ്യമല്ല, നീ ഇതും ചെയ്യണം. അല്ലാതെ ദാറ്റ് ഈസ് നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ടീച്ചേഴ്സ് സ്റ്റിവേർഡ്ഷിപ്പ് ഓഫ് യുവർ വെൽത്ത്, റൈറ്റ്? പക്ഷേ അത് കേട്ടിട്ട് അദ്ദേഹം അതിദുഃഖിതനായി. എന്നിട്ട് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോഴാണ് കർത്താവ് 24 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോഴത്തേന് അതിന് 26 വാക്യത്തിൽ ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ആർക്ക് കഴിയുമെന്ന് ഈ 12 പേര് ചോദിക്കാൻ, ഹൂ ക്യാൻ ദെൻ ബി സേവ്ഡ്? കാരണം ദിസ് ഇസ് ഇംപോസിബിൾ, യു കാൻറ്റ് ഡു ദിസ്. അടുത്ത വാക്യം, അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും ജോബ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനും നീറ്റിന്റെ എക്സാം പാസ്സാകാനൊക്കെ കോട്ട് ചെയ്യുന്ന വാക്യമാണ് മനുഷ്യരാൽ അസാധ്യം അല്ല. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. രക്ഷിക്കപ്പെടുവാൻ മനുഷ്യന്റെ ശ്രമത്താൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. There is only one way to be saved, not by the work of man, but by the finished work on the cross. ഇംപോസിബിൾ ആണ് പാപിയായ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുന്നത്. ഇംപോസിബിൾ ആണ് അൺലെസ് ഇറ്റ് ഇസ് ഡൺ ബൈ ഗോഡ്. അൺലെസ് ഇറ്റ് ഇസ് ഡൺ ബൈ ഗോഡ്. പലപ്പോഴും ഞങ്ങൾ often when we speak about the truth of the gospel പറയുന്നൊരു കാര്യമുണ്ട്. എവിടെങ്കിലും ഒരു പ്രസംഗം കൊണ്ട് ഏതെങ്കിലും മതത്തിലുള്ളവർ ആരെയെങ്കിലും കണ്ണുനീരിലേക്ക് നയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാമായണമോ ഖുറാനോ പബ്ലിക്ലി പ്രസംഗിച്ചിട്ട് ആരെങ്കിലും കണ്ണീരിലേക്ക് നയിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ. പക്ഷേ ക്രൂശ് പ്രസംഗിക്കുമ്പോൾ ഔട്ട്റീച്ചുകളിൽ കരഞ്ഞുകൊണ്ട് വരുന്ന മനുഷ്യരെ എത്രയോ സ്റ്റേജുകളിൽ നാം കണ്ടിട്ടുണ്ട്. ബിക്കോസ് അതിനൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന്. അതാ പൗലൂസ് പറഞ്ഞത്, the cross is folly to the Greeks, for us it is the power of God. അതായത് സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഒംനിപൊട്ടന്റായ ഓൾ പവർഫുള്ളായ ദൈവം അവന്റെ പവർ വെളിപ്പെടുത്തിയത് നിസ്സഹായനായി കിടക്കുന്ന ക്രൂശിലൂടെയാണ്. ആ ക്രൂശാണ് ഇന്നും മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ 12th പഠിച്ച ഒരു പെൺകുട്ടി, ഐ ഹാഡ് ഫൊഗോട്ടൺ ഹെർ. ഷി വാസ് എ ജൂനിയർ ടു മീ. ഇപ്പോൾ അവൾ UK ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചില മാസങ്ങൾക്ക് മുൻപ് അവൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷീ മെസ്സേജ്ഡ് മീ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആക്ച്വലി ചില വീഡിയോസൊക്കെ കണ്ടു. അപ്പം ഞാൻ ഓർത്ത് ഇവളെന്തിനാ ഈ വീഡിയോസ് കാണുന്ന, അവളൊരു ക്രിസ്ത്യൻ അല്ല. അവളെന്നോട് പറഞ്ഞ്, ഞാൻ UK വന്നതിന് ശേഷം ഐ വെൻറ്റ് ടു ഓൾ കൈൻഡ് ഓഫ് അഡൾട്ടറസ് റിലേഷൻഷിപ്സ്. അന്നേ ഷീ വാസ് നോട്ട് എ വെരി സ്റ്റേബിൾ കിഡ്, ഓൾ കൈൻഡ് ഓഫ് സിൻസ് ആൻഡ് പ്രോമിസ്ക്യൂട്ടീസ്. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുമ്പോൾ എൻ്റെ ഫ്ലാറ്റ്മേറ്റ് ഒരു ക്രിസ്ത്യനായിരുന്നു. എല്ലാ ആഴ്ചയും അവൾ സൺഡേ ചർച്ചിലേക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ ഇവളോട് ചോദിച്ചു, എന്താണ്, വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? അപ്പോൾ അവൾ ചില ബൈബിളിലെ കഥകൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പല ദിവസവും പല കഥകൾ പറയുന്നു. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ പറയുന്നു, പല ബൈബിൾ കഥകൾ പറയുന്നു. ഇവർ കുക്ക് ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ അവർ ഡിന്നർ കുക്ക് ചെയ്യുമ്പോൾ ഇവൾ പയ്യെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ കഥ പറഞ്ഞതേ ഉള്ളൂ. അവൾ നോക്കുമ്പോൾ ഈ കൊച്ച് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ ഓർത്ത ക്രൂശിനെ പറ്റി ആ നടന്ന സംഭവം മാത്രം പറഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളിൽ ഇവളെ കണ്ണുനീരിലേക്ക് നയിക്കുവാൻ എന്ത് ശക്തിയാണ് വ്യാപരിച്ചത്. പലപ്പോഴും വി അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ദ ക്രോസ്. സിംപ്ലി സ്പോക്കൺ, ഇന്നും മനുഷ്യരെ പാപത്തിൻ്റെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഏക ചരിത്ര സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. കർത്താവ് സക്കായിയോട് പറയുകയാണ്, സക്കായി, നീ ആ മരത്തിൽ നിന്ന് ഇറങ്ങി വാ. കാരണം എന്താ? ഈ വഴി പോകുന്നത് യെരുശലേമിലേക്കാണ്. അവിടെ നിനക്ക് പകരമായിട്ട് ഞാനൊരു മരത്തിലേക്ക് കയറും. ശപിക്കപ്പെട്ട ആ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. സക്കായിയെ വിളിച്ച് അവനോടൊപ്പം പന്തിയിൽ ഇരുത്തിയിട്ട് എൻ്റെ കർത്താവ് സക്കായിയുടെ പേർക്കായി അവൻ മരത്തിൽ കയറി. Aren't we the Zacchaeus? Aren't we the Zacchaeus? കർത്താവ് പറഞ്ഞു,
ഇന്ന് രക്ഷ ഈ ഭവനത്തിലേക്ക് വന്നു. കാരണം എന്താ? He too is the son of Abraham. The son of man came to seek and to save the lost. സക്കായെ പറ്റി നാം എന്താ 3-ാം വാക്യത്തിൽ വായിച്ചത്? Zacchaeus was seeking. Christ is saying that അതല്ല കേട്ടോ, നീ എന്നെ സീക്ക് ചെയ്തായിരുന്നെങ്കിൽ നീ എന്നെ ഒരിക്കലും through your own seeking you would not have found me. പക്ഷെ കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ തേടി വന്നതല്ലേ. I sought you. You were seeking. പക്ഷെ നീ ജെറിക്കോയിൽ തന്നെ ട്രാപ്ഡ് ആയിരുന്നു. നീ ശാപഗ്രസ്തമായ ഈ ഭൂമിയിൽ you could not come out of it. പക്ഷെ ഞാൻ നിന്നെ തേടി വന്നത് സക്കായി. God in the seeker's proximity. C.S. Lewis ഇപ്രകാരം പറയുന്നു, if you were seeking God, you would not have sought God unless he was seeking for you. അവൻ നമ്മെ തേടുകയായിരുന്നു. അദ്ദേഹം തന്നെ in the context of Christmas, he said, the Son of God became a man to make men sons of God. ദൈവപുത്രൻ മനുഷ്യനായി മനുഷ്യരെ ദൈവപുത്രൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പട്ടണം റീബിൽഡ് ചെയ്യുവാൻ ബെഥേലിൻ്റെ മകനായ ഹീൽ ശ്രമിച്ചപ്പോൾ അവൻ്റെ പുത്രന്മാർ നഷ്ടമായെങ്കിൽ എൻ്റെ കർത്താവ് ഇവിടേക്ക് പ്രവേശിച്ചപ്പോൾ പുത്രന്മാരെ ചേർക്കുവാൻ തുടങ്ങി. He added sons of God. He said, you are now a child of God. And while the powers of this world, ഈ സ്ഥലം ഞാൻ പറഞ്ഞ പോലെ ഹെരോദാവ് അവൻ്റെ പൊളിറ്റിക്കൽ റൈവൽസിനെ തീർത്ത് കളയുവാൻ, അല്ലെ നശിപ്പിച്ച് കളയുവാൻ, കൊന്നു കളയുവാനാണ് ഈ ലോകത്തിലെ ശക്തികൾ ഹെരോദാവ് ശ്രമിച്ചെങ്കിൽ, ഇവിടെ ശത്രുക്കളായവരെ തേടി വന്ന് റൈവൽസിനെ ചേർത്ത് പിടിച്ച് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കുവാൻ വന്ന രാജാവിനെ അല്ലേ നാം സേവിക്കുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ ഐ വിൽ വൈൻഡ് അപ്പ് ദേർ. ഈ ഹെരോദാവ് രാജാവിൻ്റെ വിൻ്റർ പാലസ് നിൽക്കുന്ന ഈ സ്ഥലത്ത് 30 വർഷം മുൻപ് കർത്താവ് ഉള്ളിൽ ഓർത്ത് ചിരിച്ചു കാണും. കർത്താവിനെ കൊന്നു കളയുവാൻ വേണ്ടിയാണ് 2 വയസ്സിനുള്ള താഴെ ശിശുക്കളെയെല്ലാം ആ ക്രിസ്മസ് വെൽ വി ആർ ഓൾസോ മെഡിറ്റേറ്റിംഗ് ക്രിസ്മസ് ആ കാലഘട്ടത്തിൽ ഹെരോദാവ് ശ്രമിച്ചത്. 30 വർഷത്തിന് ശേഷം എൻ്റെ കർത്താവ് അവിടെ നോർമൽ വേൾഡിൽ പറഞ്ഞാൽ പണി ആരംഭിക്കുകയാണ്. ഹീസ് ആക്ച്വലി സ്റ്റാർട്ടിങ്. ഇവിടുന്ന് അവൻ പോകുന്ന ക്രൂശിലേക്കാണ്. ക്രൂശിൻ്റെ മുകളിലൊരു ബോർഡുണ്ട്. ആ ബോർഡ് എന്താ? അന്ന് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് ചോദിച്ച് ദ മജായ്, ദ വൈസ് മെൻ കെയിം ടു ജെറൂസലേം. പക്ഷെ 30 വർഷങ്ങൾക്ക് ശേഷം അന്ന് ചോദിച്ച ഉത്തരവുമായിട്ട് ക്രൂശിൻ്റെ മുകളിലൊരു ബോർഡ് കാണാം. ഇവനാണ് യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ എവിടെ? Where is he born to be the king of Jews? ഹെരോദാവ് തപ്പി കൊന്നു കളഞ്ഞു പല ശിശുക്കളെയും, പക്ഷെ കണ്ടില്ല. ഹെരോദാവേ, യെരുശലേം ഗോൽഗോഥായിൽ ഒരു മലയുണ്ട്. ആ മലമുകളിൽ നഗ്നനായി കിടക്കുന്നവൻ, മുറിവേറ്റവനായി ബ്രൂസ്ഡ് ആയിട്ട് കിടക്കുന്നവൻ, അവൻ്റെ മുകളിൽ കാണാം വാക്കുകൾ, he is the king of the Jews. And we are worshipping that king. We are the Zacchaeuses who are now in his kingdom. May God bless you with these words. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.